Hi students, welcome to the lecture. Today we will be dealing with the regression analysis, mainly the nature of regression analysis. അതായിരിക്കും നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, എന്താണ് നേച്ചർ ഓഫ് റിഗ്രഷൻ അനാലിസിസ്? നേച്ചർ ഓഫ് റിഗ്രഷൻ അനാലിസിസ് മനസ്സിലാവുന്നതിന് മുന്നേ നമുക്ക് വേറൊരു കാര്യം നോക്കാനായിട്ടുണ്ട്. എന്താണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, എന്താണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്നൊക്കെ ഉള്ളത്. ഓക്കെ, സോ അതിന് നമ്മൾ നോക്കണം. എന്താണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്? എന്തെങ്കിലും ഒരു കാര്യത്തിനെ ആശ്രയിച്ച് നിൽക്കുന്ന വേരിയബിൾസിനെയാണ് നമ്മൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വേരിയബിൾസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണോ ഈ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആശ്രയിച്ചിരിക്കുന്ന വേരിയബിൾ, അതാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വേരിയബിൾ. അതായത് ഈ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്തിനെയാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിനെയാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിന് സ്വന്തമായിട്ട് നിൽക്കാനായിട്ട് സാധിക്കും, എന്നാൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിന് സ്വന്തമായിട്ട് നിൽക്കാനായിട്ട് സാധിക്കത്തില്ല. അതിന് മറ്റൊന്നിനെ ആശ്രയിക്കാതെ നിൽക്കാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളതാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറയുകയാണ് ഇൻകം ഈസ് ഈക്വൽ ടു കൺസപ്ഷൻ പ്ലസ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഇൻകം എന്ന് പറഞ്ഞിരിക്കുന്നത് കൺസപ്ഷനെയും ഇൻവെസ്റ്റ്മെൻറ്റിനെയും ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിനെയുമാണ് ആശ്രയിച്ച് നിൽക്കുന്നത്. സോ ഇൻകം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായിരിക്കും? ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള വേരിയബിൾ ആയിരിക്കും. ആൻഡ് ഈ കൺസപ്ഷൻ പ്ലസ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത് തന്നെ നിൽക്കാൻ പറ്റുന്ന വേരിയബിൾസ് ആണ്. അതുകൊണ്ട് തന്നെ അവ എന്തെന്നാണ് പറയുന്നത്? ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വേരിയബിൾ എന്നുമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ആ സി പ്ലസ് ഐ പ്ലസ് ജി എന്ന് പറഞ്ഞിരിക്കുന്നതാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വേരിയബിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്താണ്, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്താണ് എന്ന് ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്ക് എന്താണ് റിഗ്രഷൻ എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ റിഗ്രഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എക്കണോമെട്രിക്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ടൂളാണ്. എക്കണോമെട്രിക്സിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളാണ് ഈ ഒരു റിഗ്രഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. റിഗ്രഷൻ എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഫ്രാൻസിസ് ഗാൽട്ടൺ ആണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? റിഗ്രഷൻ എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള പേപ്പറിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്? ടോൾ പേരൻസിന് എന്താണ്? ദേ ഹാവ് എ ടെൻഡൻസി ടു ഹാവ് എ ടോൾ ചിൽഡ്രൻ ആൻഡ് ഫോർ ഷോർട്ട് പേരൻസ് ഷോർട്ട് ചിൽഡ്രനായിരിക്കും പ്രിഫർ ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയാണ് കുട്ടികൾ ഉണ്ടാവുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആവറേജ് ഹൈറ്റ് ഓഫ് ദ ചിൽഡ്രൻ ബോൺ ഓഫ് ദ പേരൻസ് ഓഫ് എ ഗിവൻ ഹൈറ്റ് ടെൻഡഡ് ടു ബി മൂവ് ഓർ റിഗ്രസ് ടുവാർഡ് ദ ആവറേജ് ഹൈറ്റ് ഓഫ് ദ പോപ്പുലേഷൻ. സോ എന്താണ് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്? ടോൾ ആയിട്ടുള്ള കുട്ടികൾക്ക്, ഫോർ എക്സാമ്പിൾ ഇപ്പം ടോൾ ആയിട്ടുള്ള പേരൻസിനെ കൺസിഡർ ചെയ്യുക, ഇവർക്ക് ടോൾ ആയിട്ടുള്ള കുട്ടികളായിരിക്കും ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ ഷോർട്ട് ആയിട്ടുള്ള പേരൻസിന് ഷോർട്ട് ആയിട്ടുള്ള കുട്ടികളായിരിക്കും ഉണ്ടാകാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കുക. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ആവറേജ് ഹൈറ്റ് ഓഫ് ദ ചിൽഡ്രൻ ബോൺ ഫോർ ദ പേരൻസ് ടെൻഡ് ടു ബി ദ ആവറേജ് ഹൈറ്റ് ഓഫ് ദ പോപ്പുലേഷൻ. ആവറേജ് ഹൈറ്റ് ഓഫ് ദ പേരൻസ്, ഈ പേരൻസിൻ്റെ ആവറേജ് ഹൈറ്റിനോടായിരിക്കും എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ആവറേജ് ഹൈറ്റ് ഓഫ് ചിൽഡ്രൻ റിഗ്രസ്ഡ് ആവുക എന്നുള്ളതാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഈ റിഗ്രഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉടലെടുക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട റീസൺ. അദ്ദേഹം കണ്ടുപിടിച്ചു ടോൾ ആയിട്ടുള്ളവർക്ക് ടോൾ ചിൽഡ്രൻ ഉണ്ടാവാനായിട്ടുള്ള ടെൻഡൻസി ഉള്ളതുപോലെ ഷോർട്ട് ആയിട്ടുള്ള കുട്ടികൾക്ക് ഷോർട്ട് ആയിട്ടുള്ള പേരൻസിന് ഷോർട്ട് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവാനുള്ള ടെൻഡൻസി ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആവറേജ് ഹൈറ്റുള്ള പേരൻസിന് ആവറേജ് ഹൈറ്റുള്ള കുട്ടികളായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് അദ്ദേഹത്തിന് ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. അതാണ് റിഗ്രഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ റിഗ്രഷൻ എന്താണെന്ന് നമുക്ക് മോഡേൺ ആയിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻ എന്താണെന്ന് നോക്കാം. റിഗ്രഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ആക്ച്വലി ഷോസ് ദ ഡിപ്പെൻഡൻസ് ഓഫ് വൺ വേരിയബിൾ വിത്ത് one or more other variables to explain or analyze the mean or average value of the dependent variable for the independent variable എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ റിഗ്രഷൻ അനാലിസിസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആക്ച്വലി എന്താണ് കാണിക്കുന്നത്? ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഒന്നോ അതിൽ കൂടുതലോ ആയിട്ട് വരുന്ന ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വേരിയബിൾസോ ആയിട്ട് എന്ത് ചെയ്യാണ്? റിലേഷൻഷിപ്പ് കാണിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സോ ആ റിലേഷൻഷിപ്പിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? റിഗ്രഷൻ എന്ന് പറയുന്ന ഈ ഒരു ടൂള് ഉപയോഗിക്കുന്നത്. ഓക്കെ,
സോ റിഗ്രഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉപയോഗിച്ചുകൊണ്ട് എത്രത്തോളം അതിൻ്റെ റിലേഷൻഷിപ്സിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു, അതിനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തോരം കാര്യങ്ങൾ ഫോർകാസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഈ ഒരു റിഗ്രഷൻ അനാലിസിസ് ഉപയോഗിക്കുന്നത്. സോ അതിന് ഒരുപാട് എക്സാമ്പിൾസ് ഇപ്പോൾ ഗുജറാത്തിയുടെ ബുക്സിലൊക്കെ ആയിട്ടാണെങ്കിലും തരുന്നുണ്ട്. സോ നമുക്കൊരു എക്കണോമിക് ആയിട്ടുള്ള എക്സാമ്പിളാണ് ഇവിടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, കൺസപ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരുടെ ഫംഗ്ഷനാണ്, ഒരു ഇൻകത്തിൻ്റെ ഫംഗ്ഷനാണ് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറഞ്ഞിരിക്കുന്നത് ചേഞ്ച് ഇൻ കൺസപ്ഷൻ ഡ്യൂ ടു ചേഞ്ച് ഇൻ ഇൻകം എന്നുള്ളതും കൂടി മനസ്സിലാക്കണം. അതായത് കൺസപ്ഷൻ എക്സ്പെൻഡിച്ചറിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ചേഞ്ച് ഇൻകത്തിനെ ആശ്രയിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അതായത് ഇൻകം കൂടുന്നതനുസരിച്ച് ഇൻകം കൂടുന്നതനുസരിച്ച് കൺസപ്ഷനും ഇൻക്രീസ് ചെയ്യുന്നു. എന്നാൽ കൺസപ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻകത്തിൻ്റെ അത്രയും ഇൻക്രീസ് ചെയ്യില്ല എന്നുള്ളതായിരുന്നു എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, കെയ്ൻസിൻ്റെ കൺസപ്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അല്ലേ, കെയ്ൻസിൻ്റെ കൺസപ്ഷൻ ഫംഗ്ഷൻ എന്താണ് പറയുന്നത്, ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് കൺസപ്ഷനും ഇൻക്രീസ് ചെയ്യും. എന്നാൽ കൺസപ്ഷൻ എന്ന് പറയുന്നത് ഇൻകത്തിൻ്റെ അത്രയും ഇൻക്രീസ് ചെയ്യില്ല എന്ന് പറയുന്നതാണ് കെയ്ൻസിൻ്റെ കൺസപ്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ദ ഡിപ്പെൻഡൻസ് ഓഫ് പേഴ്സണൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ ഓൺ ആഫ്റ്റർ ടാക്സ് ഇൻകം, അതായത് ടാക്സിന് ശേഷമുള്ള ഡിസ്പോസിബിൾ ഇൻകത്തിനെ എത്രത്തോളം കൺസപ്ഷൻ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കൺസപ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആഫ്റ്റർ ടാക്സ് ഇൻകത്തിന് നമ്മൾ വൈറ്റ് എന്ന് കൊടുത്തു. അങ്ങനെ അല്ലെങ്കിൽ ഈ വൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, നമ്മൾ ഡിസ്പോസിബിൾ ഇൻകമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ, ഈ കൺസപ്ഷൻ എങ്ങനെയാണ് ഈ ഇൻകത്തിനെ റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും, ഈ ഒരു റിഗ്രഷൻ അനാലിസിസ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഒരു മോണോപോളിസ്റ്റിന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഹി ക്യാൻ ഫിക്സ് ദ പ്രൈസ് ഓർ ഔട്ട്പുട്ട്. അദ്ദേഹത്തിന് നമ്മുടെ ആ ഒരു മാർക്കറ്റിൽ അദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റിന് ഉണ്ടായിരിക്കുന്ന ഡിമാൻഡിനെ ആശ്രയിച്ചുകൊണ്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, പ്രൈസോ അതല്ലെങ്കിൽ എത്രത്തോളം ഔട്ട്പുട്ട് വിൽക്കണോ എന്നൊക്കെ ഉള്ളത് തീരുമാനിക്കാനായിട്ട് സാധിക്കും. സോ ഇത് എങ്ങനെയാണ് നടത്താനായിട്ട് സാധിക്കുന്നത്, പ്രൈസ് എലാസ്റ്റിസിറ്റി എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ടാണ് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കുക. പ്രൈസ് എലാസ്റ്റിസിറ്റി എസ്റ്റിമേഷൻ നടത്തിക്കൊണ്ടാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പോൾ എത്രത്തോളം ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യണം, എത്രത്തോളം പ്രൈസാണ് നമ്മൾ അതിന് ചാർജ് ചെയ്യേണ്ടത്, അതല്ലെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ടാക്സ് ഇൻകം ആയിട്ട് കൺസപ്ഷൻ എത്രത്തോളം ഡിപ്പെൻഡൻ്റ് ആണ് എന്നുള്ളത്, അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഹൗസ് ഹോൾഡ് സേവിങ്സ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബാങ്ക് ഡെപ്പോസിറ്റ്സ് ആയിട്ട് എങ്ങനെയാണ് റിലേറ്റ് ആയിരിക്കുന്നത്, അതല്ലെന്നുണ്ടെങ്കിൽ ബ്രാഞ്ച് എക്സ്പാൻഷൻസ് ആയിട്ട് എങ്ങനെയാണ് റിലേറ്റ് ആയിരിക്കുന്നത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് എന്താണ് എന്ന് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ടൂളാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, ഈ റിഗ്രഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. റിഗ്രഷൻ്റെ കേസിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് സ്റ്റാറ്റിസ്റ്റിക്കൽ വേഴ്സസ് ഡിറ്റർമിനിസ്റ്റിക് റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ വേഴ്സസ് ഡിറ്റർമിനിസ്റ്റിക് റിലേഷൻഷിപ്പ്? സ്റ്റാറ്റിസ്റ്റിക്കൽ വേഴ്സസ് ഡിറ്റർമിനിസ്റ്റിക് റിലേഷൻഷിപ്പാണ് നമ്മൾ നോക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഡിറ്റർമിനിസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുള്ളത്? നമ്മൾ റിഗ്രഷനൊക്കെ അല്ലെങ്കിൽ റിഗ്രഷൻ അനാലിസിസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ ഏറ്റവും കൂടുതൽ കൺസേൺഡ് ആയിട്ടുള്ളതാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ എന്താണ്, അല്ലെങ്കിൽ നോൺ ഫങ്ഷണൽ എന്താണ്, അല്ലെങ്കിൽ ഡിറ്റർമിനിസ്റ്റിക് എന്താണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ റിലേഷൻഷിപ്സ് വേരിയബിൾസുമായിട്ട് നോക്കിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പ്രധാനമായിട്ടും ഡീൽ ചെയ്തിരിക്കുന്ന രണ്ട് വേരിയബിൾസാണ് റാൻഡം വേരിയബിൾസ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള വേരിയബിൾസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. റാൻഡം വേരിയബിൾസിനെയാണ് നമ്മൾ സ്റ്റൊക്കാസ്റ്റിക് ആയിട്ടുള്ള വേരിയബിൾസ് എന്നും പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ റിഗ്രഷൻ അനാലിസിസ് നടത്തുകയാണ്, അല്ലെങ്കിൽ എന്താണ് രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നോക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് മെയിനായിട്ട് നമ്മൾ എൻകൗണ്ടർ ചെയ്തിരിക്കുന്ന രണ്ട് വേരിയബിൾസാണ് റാൻഡം വേരിയബിൾസ് അല്ലെങ്കിൽ സ്റ്റൊക്കാസ്റ്റിക് വേരിയബിൾസ്, അതേപോലെ തന്നെ ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള വേരിയബിൾസ്. ഓക്കെ, അങ്ങനെ രണ്ട് വേരിയബിൾസിനെയാണ് നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ന് നോക്കാം. ഓക്കെ, എന്താണ് റാൻഡം വേരിയബിൾസ് അല്ലെങ്കിൽ സ്റ്റൊക്കാസ്റ്റിക് ആയിട്ടുള്ള വേരിയബിൾ? റാൻഡം വേരിയബിൾ അല്ലെങ്കിൽ സ്റ്റൊക്കാസ്റ്റിക് ആയിട്ടുള്ള വേരിയബിൾ എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത്. ഈ വേരിയബിൾസിന്
പ്രോബബിലിറ്റി ഉണ്ട്. ഓക്കെ, ദീസ് വേരിയബിൾസ് ഹാസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഒരു ഫങ്ഷണൽ അല്ലെങ്കിൽ ഒരു ഡിറ്റർമിനിസ്റ്റിക് ഡിപ്പെൻഡൻസി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് ഈ ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇല്ല, അവരവിടെ കൃത്യമായിട്ടും ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ റാൻഡം ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരിവിടെ വരാനായിട്ട് ഇത്ര പ്രോബബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര പ്രോബബിലിറ്റി കൊണ്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ വേരിയബിൾ ഇവിടെ വന്നിരിക്കുന്നത്. പ്രോബബിലിറ്റീനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു വേരിയബിളിനെ നമ്മൾ അനലൈസ് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള വേരിയബിൾ ആണ് എന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് അവിടെ ഉണ്ടായിരിക്കും. പ്രോബബിലിറ്റിയുടെ അടിസ്ഥാനത്തിലല്ല, അതവിടെ കറക്റ്റായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള വേരിയബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഒരു ക്രോപ്പ് ഈൽഡ് നമ്മൾ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണ്. ക്രോപ്പ് ഈൽഡാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ടോപ്പിക്ക്. അപ്പോൾ അതിൽ ഈ ക്രോപ്പ് ഈൽഡിനെ നമ്മൾ YC എന്ന് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ YC എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും, അതേപോലെ തന്നെ റെയിൻഫോളിനെ ഡിപ്പെൻഡ് ചെയ്യും, സൺഷൈനെ ഡിപ്പെൻഡ് ചെയ്യും, ഫെർട്ടിലൈസറിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ എന്ത് ചെയ്യുന്നു, ഒരു ക്രോപ്പിൽ നിന്ന് കിട്ടുന്ന ഈൽഡ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ നേച്ചറിൽ ഇൻ ദ സെൻസ് ഓഫ് എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ഓൾദോ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുണ്ടെങ്കിലും നമ്മൾ നോക്കുന്നത് we are predicting, crop yield predict ചെയ്യുവാണല്ലോ. So exactly because of the errors involved in measuring of these variables. ഓക്കെ, നമ്മളിപ്പം എക്സാക്ട്ലി മെഷർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവ മാത്രമല്ല മറ്റൊരുപാട് കാര്യങ്ങളെ എന്തും കൂടി ഈ ഒരു ക്രോപ്പ് ഈൽഡിനെ സ്വാധീനിക്കുന്നുണ്ട്. അതായത് ക്രോപ്പ് ഈൽഡിന് നമ്മളിപ്പം താൽക്കാലികമായിട്ട് എഴുതിയിരിക്കുന്ന ടെമ്പറേച്ചർ, റെയിൻഫോള്, സൺഷൈന്, അതുപോലെ തന്നെ എന്താണ് ഫെർട്ടിലൈസേഴ്സാണ്. ഇതല്ലാതെ തന്നെ സീഡിൻ്റെ ക്വാളിറ്റി, അങ്ങനെയുള്ള മറ്റൊരുപാട് ഫാക്ടേഴ്സും കൂടി എന്തിനെ ഡിറ്റർമൈൻ ചെയ്തിട്ടുണ്ട്, ഈ ഒരു ക്രോപ്പ് ഈൽഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഇത്രയും ഫാക്ടേഴ്സ് മാത്രമാണ് ഈ ഒരു ക്രോപ്പ് ഈൽഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. സോ അവിടെ എന്താണ് കുറച്ച് വേരിയബിലിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ കുറച്ച് റാൻഡം കമ്പോണൻസും കൂടി അവിടെ പ്രസൻ്റ് ആയിട്ടുണ്ട് എങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ, ഈ ക്രോപ്പ് ഈൽഡിന് ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസിൽ നമുക്ക് ക്രോപ്പ് ഈൽഡിന് ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഓക്കെ, അതിനെയാണ് നമ്മൾ റാൻഡം വേരിയബിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. റാൻഡം വേരിയബിലിറ്റി. Okay, there is some random or intrinsic ആയിട്ടുള്ള വേരിയബിലിറ്റി ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ക്രോപ്പ് ഈൽഡ്. അപ്പോൾ നമുക്കിത് ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ എക്സ്പ്ലനേറ്ററി വേരിയബിൾസിനെ കൊണ്ട് മാത്രം സാധിക്കത്തില്ല. അതേസമയം നമ്മളൊരു ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള ഫിനോമിനെ കൺസിഡർ ചെയ്യുകയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ പറയുന്നത് ന്യൂട്ടൻ്റെ ലോ ഓഫ് ഗ്രാവിറ്റി എന്നുള്ളത്. ഓക്കെ, ന്യൂട്ടൻ്റെ ലോ ഓഫ് ഗ്രാവിറ്റി നമ്മൾ സിംബോളിക്കലി എഴുതുന്നത് എങ്ങനെയാണ്, F=K of m1 m2 ഡിവൈഡഡ് ബൈ r² എന്നുള്ളതാണ്. അതായത് നമ്മൾ എന്താണ് ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദെയർ മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അപ്പോൾ എന്താണ് ഇത്, നമ്മുടെ ന്യൂട്ടൻ്റെ ലോ ഓഫ് ഗ്രാവിറ്റിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കൃത്യമായിട്ടറിയാം രണ്ട് സാധനങ്ങളുടെ കൃത്യമായിട്ടുള്ള മാസും ആ രണ്ട് സാധനങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറും നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടും ആ ഫോഴ്സ് എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അവിടെ നമുക്ക് വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ല. അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്. അവിടെ നമുക്ക് എറേഴ്സ് വരാനായിട്ടുള്ള ഒരു ചാൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇല്ല. കാരണം എന്താണ്, നമുക്ക് കറക്റ്റായിട്ട് ആ ഉത്തരം കിട്ടും. ആ രണ്ട് സാധനങ്ങളുടെ മാസം നമുക്ക് കൃത്യമായിട്ട് അറിയാം, അതിൻ്റെ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് നമുക്കറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഉത്തരം കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഉത്തരങ്ങളാണ് ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്. അവിടെ നമുക്ക് വേറൊരു ഫാക്ടർ അതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് വിചാരിക്കേണ്ട കാര്യമില്ല. അതേസമയം നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്ന ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ അവിടെ മറ്റു ഫാക്ടേഴ്സും വരാനായിട്ടുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ ഇത്രയും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അല്ലെങ്കിൽ ഡിറ്റർമിനിസ്റ്റിക് റിലേഷൻഷിപ്സിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ റാൻഡം റിലേഷൻഷിപ്സ്, അതല്ലെന്നുണ്ടെങ്കിൽ ഇൻട്രിൻസിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ് വേരിയബിലിറ്റി ഫുള്ളി എക്സ്പ്ലെയിൻഡ് അല്ല എന്നുള്ളത് പറയുന്നത്.
ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സ്റ്റാറ്റിസ്റ്റിക്കൽ റിലേഷൻഷിപ്പും ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പും എന്താണ് എന്നുള്ളത്. സോ നമ്മൾ മെയിനായിട്ടും നമ്മുടെ സ്റ്റഡീസിലൊക്കെ നോക്കുന്നത് ഡിറ്റർമിനിസ്റ്റിക് റിലേഷൻഷിപ്പ് ആയിരിക്കില്ല, സ്റ്റാറ്റിസ്റ്റിക്കൽ റിലേഷൻഷിപ്പ് ആയിരിക്കും. കാരണം നമുക്ക് ഒരിക്കലും അറിയത്തില്ല, നമ്മളൊരു റിസർച്ച് നടത്തുകയാണ്. അങ്ങനെ ഒരു റിസർച്ച് നടത്തുമ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല നമുക്കറിയാവുന്ന ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് സപ്പോസ് ഈ ഒരു പെർട്ടിക്കുലർ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഇൻഫ്ലുവൻസ്ഡ് ആകുന്ന കാര്യങ്ങൾ എന്നുള്ളത്. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ക്രോപ്പ് ഈൽഡ് എടുത്തു. ഈ ക്രോപ്പ് ഈൽഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനു മാത്രം ഫങ്ഷൻസ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. ഈ ടെമ്പറേച്ചർ, അതേപോലെ തന്നെ റെയിൻഫോള്, സൺലൈറ്റ്, പിന്നെന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നത് ഫെർട്ടിലൈസർ, ഇത്രയും സാധനങ്ങളുടെ മാത്രം ഫംഗ്ഷനായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. കാരണം ഈ ക്രോപ്പ് ഈൽഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, സീഡിൻ്റെ ക്വാളിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വർക്കിംഗ് ഓഫ് ലേബർ അല്ലെങ്കിൽ ലേബർ അവേഴ്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം എന്താണ് ഇങ്ങനത്തെ ഫാക്ടേഴ്സ്, അതായത് ഈ ഒരു 4 ഫാക്ടേഴ്സിനെ കൊണ്ട് മാത്രം ക്രോപ്പ് ഈൽഡിനെ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. മറ്റു ഫാക്ടേഴ്സും ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ നമ്മൾ റിസർച്ച് നടത്തുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ഫാക്ടേഴ്സ് മാത്രമായിരിക്കത്തില്ല ആ ഒരു പെർട്ടിക്കുലർ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആശ്രയിക്കുന്നത്, മറ്റു ഫാക്ടേഴ്സിനെയും ആശ്രയിക്കുന്നുണ്ടായിരിക്കാം. അപ്പം അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ടേക്ക് റിസർച്ചുകൾ നടത്തുക. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും സ്റ്റാറ്റിസ്റ്റിക്കൽ റിലേഷൻഷിപ്സിൽ നോക്കുന്നത്. അവിടെ ഒരു എറർ കമ്പോണൻറ്റ് അല്ലെങ്കിൽ റാൻഡം കമ്പോണൻറ്റ് എപ്പോഴും ഉണ്ടായിരിക്കും, അതിനൊരു പ്രോബബിലിറ്റിയും ഉണ്ടായിരിക്കും എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്ന റിഗ്രഷൻ വേഴ്സസ് കോസേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. എന്താണ് റിഗ്രഷൻ വേഴ്സസ് കോസേഷൻ? റിഗ്രഷൻ വേഴ്സസ് കോസേഷൻ എന്താണ്? ഈ റിഗ്രഷൻ വേഴ്സസ് കോസേഷൻ എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. സോ റിഗ്രഷൻ അനാലിസിസ് നമ്മൾ പറഞ്ഞു, ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ മറ്റു വേരിയബിൾസിനെ ആശ്രയിച്ചുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ആ ഒരു റിലേഷൻഷിപ്പാണ് നമ്മൾ റിഗ്രഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, സോ അതെന്താണ്, കോസ് കറക്റ്റായിട്ട് പറയുന്നില്ല. ഓക്കെ, അതായത് ഇതിനെ ആശ്രയിക്കുന്നു എന്നേ പറയുന്നുള്ളൂ, അല്ലാതെ എന്തുകൊണ്ടാണ് ഇതിനെ ആശ്രയിക്കുന്നത്, ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ എന്തുകൊണ്ട് ആശ്രയിക്കുന്നു എന്നുള്ള കാര്യം ആര് പറയുന്നില്ല? റിഗ്രഷൻ പറയുന്നില്ല. ഓക്കെ, റിഗ്രഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആക്ച്വലി ഷോസ് ദ റിലേഷൻ ബിറ്റ്വീൻ എന്തൊക്കെ തമ്മിൽ, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ബട്ട് എന്ത് ചെയ്യുന്നില്ല, ഡസ് നോട്ട് ഇംപ്ലൈ എന്ത് ചെയ്യുന്നില്ല, കോസേഷൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം നമ്മളിത് മറ്റൊരു അർത്ഥത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കെൻഡൽ സ്ക്വാട്ട് എന്ന് പറഞ്ഞിരിക്കുന്ന 2 വ്യക്തികൾ അവർ പറയുന്നുണ്ടായിരുന്നു സ്റ്റാറ്റിസ്റ്റിക്കൽ റിലേഷൻഷിപ്സ് വളരെ സ്ട്രോങ് ആണ്, എന്നിരുന്നാൽ പോലും അവരൊരിക്കലും ഒരു കോഷ്യൽ കണക്ഷൻ എന്ത് ചെയ്യുന്നില്ല, എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആരാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? കെൻഡലും സ്ക്വാട്ടും ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കെൻഡലും സ്റ്റുവാർട്ടും ആണ് പറഞ്ഞിരിക്കുന്നത്. അവരെന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്റ്റാറ്റിസ്റ്റിക്കൽ റിലേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ സ്ട്രോങ് തന്നെയാണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആണ്. പക്ഷേ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞിരിക്കുന്നത്? അത് കോസേഷൻ ഐഡിയ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കോസേഷൻ ഐഡിയ എന്ത് ചെയ്യുന്നില്ല, എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, സോ അതാണ് ഇവിടെ നമുക്ക് കോസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് വന്നിരിക്കുന്നത്? സോ നമുക്ക് നമുക്കിതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. റിഗ്രഷൻ അനാലിസിസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്, അതല്ലാതെ അതൊരു കോസേഷൻ, ലോജിക്കലി ഒരു കോസേഷൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എന്നും കൂടി മനസ്സിലാക്കണം. ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം കൂടി നോക്കിയിട്ട് നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം. റിഗ്രഷൻ വേഴ്സസ് കോറിലേഷൻ. റിഗ്രഷൻ വേഴ്സസ് കോറിലേഷൻ ഇതെന്താണ് എന്ന് കൂടി നമുക്ക് നോക്കാം. റിഗ്രഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടായിരിക്കും, ഒന്നിലധികം ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ടായിരിക്കും. ഈ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ എങ്ങനെയാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ് റിഗ്രഷൻ കാണിക്കുന്നത് എന്ന് പറഞ്ഞു. സോ കോറിലേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. റിഗ്രഷൻ അനാലിസിസ് കോറിലേഷൻ അനാലിസിസിൽ നിന്നും വളരെയധികം ഡിഫറെൻ്റ് ആണ്. where the primary objective is to measure the strength or degree of linear association between the variables. Okay, അതായത് എന്താണ് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള 2 കോൺസെപ്റ്റാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, ഈ റിഗ്രഷനും അതേപോലെ തന്നെ കോറിലേഷനും. എന്നിരുന്നാൽ പോലും ഇവർക്ക് 2 പേർക്കും തമ്മിൽ എന്താണ് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, മെയിനായിട്ട് ഈ റിഗ്രഷൻ്റെയൊക്കെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് 2 വേരിയബിൾസ് തമ്മിലുള്ള ഒരു
അസോസിയേഷൻ അല്ലെങ്കിൽ എന്താണ് അവരുടെ ഒരു ബന്ധം എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഒരു കോറിലേഷനാണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് വിചാരിച്ചോ. ഓക്കെ, കോറിലേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ചോ. ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ സ്ട്രെങ്ത് ഓഫ് ദ ലീനിയർ അസോസിയേഷൻ. ദ സ്ട്രെങ്ത് ഓഫ് ലീനിയർ അസോസിയേഷൻ, ആ ലീനിയർ അസോസിയേഷൻ്റെ സ്ട്രെങ്ത് ആയിരിക്കും എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ കോറിലേഷൻ കാണിക്കുന്നത്. നമ്മൾ റിഗ്രഷൻ്റെ കേസിൽ 2 വേരിയബിൾസ് അല്ലെങ്കിൽ ഒന്നോ അതിൽ കൂടുതലോ വേരിയബിൾസോ ആയിട്ട് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. എന്നാൽ കോറിലേഷൻ്റെ അകത്ത് ആ ഒരു അസോസിയേഷൻ്റെ സ്ട്രെങ്തും കൂടിയാണ് കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ് സ്മോക്കിംഗ് എന്ന് പറയുന്ന വേരിയബിളും അതുപോലെ തന്നെ ലങ് ക്യാൻസറിൻ്റെ റേറ്റ് നമ്മൾ നോക്കുകയാണ്. ഓക്കെ, വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഫൈൻഡിങ് ദ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ബിറ്റ്വീൻ സ്മോക്കിംഗ് ആൻഡ് ലങ് ക്യാൻസർ, ബിറ്റ്വീൻ ദ സ്കോർസ് ഓൺ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് മാത്തമാറ്റിക് എക്സാമിനേഷൻ. അതല്ലെന്നുണ്ടെങ്കിൽ ഹൈസ്കൂൾ ഗ്രേഡ്സ്, കോളേജ് ഗ്രേഡ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ എന്ത് ചെയ്യാണ് നമ്മൾ അവ തമ്മിലുള്ള ഒരു കോറിലേഷൻ അല്ലെങ്കിൽ അവ തമ്മിലുള്ള ഒരു സ്ട്രെങ്ത് ഓഫ് റിലേഷൻഷിപ്പാണ് നമ്മൾ പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറഞ്ഞിരിക്കുന്നു, കോറിലേഷൻ എന്നാണ് പറയുക. അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് എ ലീനിയർ റിലേഷൻഷിപ്പ് ഈസ് ഫൗണ്ട്, ദെൻ ദാറ്റ് വിൽ ബി കോൾഡ് ആസ് കോറിലേഷൻ. ഓക്കെ, അതാണ് കോറിലേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. റിഗ്രഷൻ അനാലിസിസിൽ നമ്മൾ എന്താണ് മെയിനായിട്ടും ഈ ഒരു കോറിലേഷൻ അല്ല നോക്കുന്നത്, മറിച്ച് ജസ്റ്റ് അതിന് തമ്മിലുള്ള 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് മാത്രമായിട്ടായിരിക്കും നോക്കുന്നത്. ഓക്കെ, റിഗ്രഷനും കോറിലേഷൻസിനും ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്. അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. റിഗ്രഷൻ അനാലിസിസിൽ എന്താണ്, ദർ ഇസ് എൻ അസിമെട്രി ഇൻ ദ വേ ഓഫ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ട്രീറ്റഡ്. അതായത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളതൊക്കെ എന്താണ് ഒരു അസിമെട്രിയിലൂടെയാണ് പോകുന്നത്. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ചിലപ്പം സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മൾ എടുത്തിരിക്കുന്ന വേരിയബിൾ ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ റാൻഡം ആയിട്ട് നമ്മൾ എടുക്കുന്ന വേരിയബിൾ ആയിരിക്കും, സ്റ്റൊക്കാസ്റ്റിക് ആയിട്ടുള്ള വേരിയബിൾ ആയിരിക്കും, അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ബേസ് ചെയ്തിട്ടുള്ള വേരിയബിൾ ആയിരിക്കാം. കാരണം നമ്മൾ നോക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ റിലേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ചിലപ്പോൾ റാൻഡം ആയിരിക്കാം, പ്രോബബിലിറ്റി ബേസ് ചെയ്തിട്ടായിരിക്കും, അങ്ങനെ പല രീതിക്കും നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ചിലപ്പോൾ ഫിക്സ്ഡ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കാം. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഇവർ തമ്മിലൊരു സിമെട്രി ഉണ്ടെന്ന്. ചിലപ്പം നമ്മളിപ്പം 5 = C + I + G എന്നുള്ളത് എടുക്കുമെന്ന് വിചാരിച്ചോ. സോ ഇപ്പം ഇൻകം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള വേരിയബിളാണ്. അപ്പോൾ ഇത് ചിലപ്പോൾ റാൻഡം ആയിരിക്കാം, അതായത് നമുക്കിതിനെ പ്രോബബിലിറ്റി ബേസ് ചെയ്തുകൊണ്ടൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കാം. അതേസമയം കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഫിക്സ്ഡ് ആയിട്ടുള്ള വാല്യൂ ആയിട്ട് അല്ലെങ്കിൽ ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു കോറിലേഷൻ അനാലിസിസിൽ വരുവാണെന്നുണ്ടെങ്കിൽ 2 വേരിയബിൾസിനെ നമ്മൾ ഒരേപോലെ തന്നെയായിരിക്കും ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ്, ഇത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ് എന്നുള്ളൊരു വ്യത്യാസമൊന്നും എവിടെ കാണത്തില്ല, കോറിലേഷനിൽ ഉണ്ടാവത്തില്ല. കാരണം നമ്മൾ നോക്കുന്നത് അവിടെ വേരിയബിൾസിൻ്റെ സ്ട്രെങ്ത് ആണ് നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയും മാത്തമാറ്റിക്സിൻ്റെയും ഒരു കുട്ടിയുടെ സ്കോർ ബേസ് ചെയ്തുകൊണ്ടുള്ള കോറിലേഷനാണ് നമ്മൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് സെയിം ആയിട്ടുള്ള, അതായത് മാർക്സിൻ്റെ ആ ഒരു മാർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് ഔട്ട് ഓഫ് 100 ആയിരിക്കും. അപ്പോൾ എന്താണ് അത് രണ്ടിനെയും സിമെട്രിക്കലായിട്ടായിരിക്കും ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് മെയിനായിട്ടും റിഗ്രഷനും കോറിലേഷനും ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മൾ ഈ ഒരു സെഷനിൽ റിഗ്രഷൻ എന്താണ് നോക്കിയിട്ടുണ്ടായിരുന്നു, ഡിപ്പെൻഡൻറ്റ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്താണ് എന്നുള്ളത് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ നോക്കി. റിഗ്രഷനും കോസേഷനും തമ്മിലുള്ള ബന്ധം എന്താണ്, റിഗ്രഷനും അതേപോലെ തന്നെ കോറിലേഷനും എന്താണ് എന്നുള്ളതും അതേപോലെ പിന്നെ നമ്മൾ നോക്കിയത് ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള റിലേഷനും അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള റിലേഷനും എന്താണ് എന്നുള്ളതുമാണ്. സോ ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ അറിയിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ചാനൽ യൂസ്ഫുൾ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പാഠങ്ങളെല്ലാം യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ അതുകൂടി അറിയിക്കണം. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എൻജോയ് ലേണിംഗ്. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു സോ മച്ച്.